കാല് പോലും കഴുകാൻ കൊള്ളാത്ത വെള്ളത്തെ പോലും വീഞ്ഞാക്കുവാൻ എൻ്റെ യേശു വലിയവനാ, എൻ്റെ ദൈവം മതിയായവനാ. നിങ്ങളുടെ സകല ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ സമ്പൂർണ്ണമായി തീർത്തു തരും. കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായതിന് പിന്നിൽ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മറിയ യേശുവിൻ്റെ അടുക്കൽ മകനാണെന്നുള്ള രീതിയിൽ, മകനോടുള്ള ഒരു അധികാരത്തിൽ വന്ന് പറയാം, മകനെ വീഞ്ഞു തീർന്നു പോയി. യേശു തിരിച്ചു മറുപടി പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് ബന്ധമുള്ളേ? കുടുംബത്തിലെ കൈയും കാലും കഴുകാൻ മാത്രം കൊള്ളാവുന്ന പച്ചവെള്ളം, കുടിക്കുന്ന വെള്ളമുണ്ട്, പക്ഷെ ചില ജീവിതങ്ങൾ കുടിക്കാൻ പോലും കൊള്ളുന്ന വെള്ളമല്ല, കൈയും കാലും കഴുകുന്ന വെള്ളം പോലെ കിടക്കുന്നത്. അതുപോലും വീഞ്ഞാക്കാൻ ദൈവം ശക്തനാണ്. ആമേൻ. ദൂത് മനസ്സിലാവുന്നുണ്ടോ? കൈയും കാലും കഴുകാൻ മാത്രം ഉപയോഗിക്കുന്ന വെള്ളം, ആ വെള്ളത്തെ പോലും ഏറ്റവും വിലപിടിപ്പുള്ള വീഞ്ഞാക്കുവാൻ ദൈവം മതിയായവനാ, ദൈവം വലിയവനാ. അതിന് ഫിൽറ്റർ ചെയ്ത വെള്ളം വേണമെന്നൊന്നുമില്ല. നല്ല വെള്ളം കോരി വെക്കാൻ കർത്താവ് പറഞ്ഞില്ല. അവിടെ പുറകെ, അവിടെ വീട്ടുമുറ്റത്ത് അത് വരുന്ന അതിഥികളുടെ കാല് കഴുകാൻ, വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ കാല് ശുദ്ധിയാക്കാൻ വേണ്ടി വെച്ച വെള്ളമാണ് കോരി നിറയ്ക്കാൻ പറഞ്ഞത്. മീൻസ് അതുപോലും വീഞ്ഞാക്കാൻ ദൈവത്തിന് പറ്റും. ആമേൻ. അതിനെ പോലും നിന്റെ അപമാനത്തെ മാറ്റുന്ന, നിന്റെ നിന്ദയെ മാറ്റുന്ന, നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കുന്ന, അനുഗ്രഹമാക്കുന്ന ശ്രേഷ്ഠമായ വീഞ്ഞാക്കുവാൻ എൻ്റെ യേശുവിന് പറ്റും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആ ദൂതനെ ആമേൻ പറഞ്ഞാട്ടെ. Thank you, Holy Spirit. കാല് പോലും കഴുകാൻ കൊള്ളാത്ത വെള്ളത്തെ പോലും വീഞ്ഞാക്കുവാൻ എൻ്റെ യേശു വലിയവനാ, എൻ്റെ ദൈവം മതിയായവനാ. ഇന്ന് പച്ചവെള്ളത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ചില ജീവിതങ്ങളുടെ ജീവിതത്തെ എൻ്റെ ദൈവം, ആമേൻ, പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സകല ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ സമ്പൂർണ്ണമായി തീർത്തു തരും. യെസ്. ചിരിക്കുന്നവർ ചിരിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. പക്ഷേ നിനക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, നീ ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ, യേശു അല്ലാതൊരു ദൈവമില്ല എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൂത് സ്വീകരിച്ചോ. നിന്റെ പച്ചവെള്ളം വീഞ്ഞാകാൻ പോകുക. Come on church. Mighty name of Shaikatarabasia. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ അഭിഷിക്തൻ കൽപ്പിക്കുന്നു, ചില പച്ചവെള്ളങ്ങൾ വീഞ്ഞാകട്ടെ. ഓ, ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നു. Thank you, Lord Jesus. നിന്റെ അടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു നോക്കണ്ട. അവർ മരവിച്ചിരിക്കുന്നവരാണോ? അവർ കൈയും കാൽ അനക്കുന്നില്ലേ? അവർ ചിരിച്ചുകൊണ്ടിരിക്കുവാണോ? നോക്കണ്ട. നിനക്ക് വീഞ്ഞാകണമോ? നിനക്ക് വീഞ്ഞാകണമോ? അവിടെ വീഞ്ഞ എന്നപ്പോൾ 2-3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, മാനുഷിക ബന്ധത്തെ മാറ്റിയിട്ട് പറഞ്ഞു, നീ പറയുന്നത് അനുസരിക്കാനുള്ളതല്ല ഞാൻ, എന്റെ പിതാവ് പറയുന്നത് അനുസരിക്കാനുള്ളത് ഞാൻ. Amen. Oh Jesus, thank you mighty God. ഇന്ന് സഭയിലെ ആരാധിക്കുന്ന കരയുന്ന ദൈവമക്കൾക്കുള്ള ഒരു അനുഗ്രഹത്തിന്റെ ദൂത ദൈവം തരുന്നതാണ്. എത്ര മോശമായ പച്ചവെള്ളവും വീഞ്ഞാകും. വീഞ്ഞാക്കുവാൻ കർത്താവിന് പറ്റും, ദൈവത്തിന് പറ്റും. ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അതൊറ്റ വാക്കേ ഉള്ളൂ. ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വാക്കുണ്ടെങ്കിൽ അത് ഒറ്റ വാക്കേ ഉള്ളൂ. അസാധ്യം എന്നൊരു വാക്കില്ല. അവൻ അസാധ്യം എന്നൊരു വാക്ക് ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇല്ല. ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വാക്കുണ്ടെങ്കിൽ അത് അസാധ്യം എന്നൊരു വാക്കാണില്ലാത്തത്. എല്ലാം സാധ്യം. ഉറക്കെ പറ, എല്ലാം സാധ്യമാണ്.
നല്ല ശക്തിയോടെ തൊട്ടേച്ച് പറ, എല്ലാം സാധ്യമാണെന്ന് പറ. അസാധ്യമായത് ഒന്നുമില്ലെന്ന് പറ. ഉറക്കെ വിളിച്ചു പറ, എന്റെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. എത്ര മോശമായ പച്ചവെള്ളം വീഞ്ഞാകും. പക്ഷെ നോ പറയേണ്ട ചിലതിനോട് നോ പറയണം. ആമേൻ. ചിലതിനോട് നോ പറഞ്ഞേ പറ്റൂ. യേശു പറഞ്ഞു, അമ്മേ എന്നല്ല പറഞ്ഞ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് കാര്യം? ഞാൻ വീഞ്ഞാക്കും. അത് നീ പറഞ്ഞിട്ട് വേണ്ട, എന്റെ ദൈവം പറഞ്ഞത് ഞാൻ വീഞ്ഞാക്കും. ഇന്ന് കുറിച്ചിട്ടോ ചില ജീവിതങ്ങൾ, സഭയിലെ ചില ജീവിതങ്ങൾ വീഞ്ഞാകും. നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി എടുത്ത ഒരു ദൂതാണ്. പക്ഷെ ഇപ്പോൾ പരിശുദ്ധാത്മാവോട് പറയുക, ചില വീഞ്ഞിന്റെ അനുഭവം വരുന്നുണ്ടാ. ചില വീഞ്ഞിന്റെ അനുഭവം വരാൻ പോകുക. ചില കുടുംബങ്ങളിലേക്ക് ചില വീഞ്ഞിന്റെ അനുഭവങ്ങൾ വരാൻ പോകുകയാണ്. ചില വിവാഹ ബന്ധനങ്ങൾ ഉയരാൻ പോകുക. ചില പറക്കാൻ പോകുക. ചില വീഞ്ഞിന്റെ അനുഭവങ്ങൾ സഭയിൽ വരാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ദൈവം പറയുന്നു, ചില വീഞ്ഞിന്റെ അനുഭവങ്ങൾ അവൻ വരാൻ പോകുന്നു. ഹല്ലേലൂയ. പച്ചവെള്ളത്തെ കർത്താവ് തൊടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നോക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, സ്ത്രീ എനിക്ക് നിനക്ക് തമ്മിലെന്ത്? ആ മാനുഷികമായ സെന്റിമെന്റ്സ് അവിടെ കട്ട് ചെയ്തു. രണ്ടാമത് യേശു പറഞ്ഞത്, പുറത്ത് കിടക്കുന്ന ആ കൽഭരണിയിൽ കാല് കഴുകാൻ ഏത് വെള്ളമാണോ ഉപയോഗിച്ചത്, അതേ വെള്ളം തന്നെ കോരി ഒഴിക്കുക. ആമേൻ. ഒരുപാട് ദൈവദൂതകൾ തരുന്നു. നിന്നെ എഴുതി തള്ളിയതുണ്ടല്ലോ, ഇതിനപ്പുറം പോകത്തില്ല എന്ന് പറഞ്ഞ നിന്നെ എഴുതി തള്ളിയത്, നിനക്ക് മാർക്കിട്ടത്, കാല് കഴുകാനേ കൊള്ളത്തുള്ളൂ, വേറെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ? അവർ നോക്കി നിനക്ക്, നീ വീഞ്ഞാകാൻ പോകുകയാ. എഴുതി തള്ളിയവർ നോക്കി നിൽക്കെ, മറ്റാർക്കും കിട്ടാത്ത വീഞ്ഞിന്റെ അനുഭവം. മറ്റുള്ളവർ കിട്ടിയ വീഞ്ഞല്ല നിനക്ക് തരാൻ പോകുന്നത്. It's a glorious wine. It's a divine wine. ദിവ്യമായ വീഞ്ഞ്, മഹത്വമുള്ള വീഞ്ഞ്. Glorious wine. മഹത്വകരമായ വീഞ്ഞ്. Yes. ഒരു മഹത്വമുള്ള വീഞ്ഞിന്റെ അനുഭവം ലൈഫിൽ വരുമ്പോൾ, അങ്ങനെ മഹത്വം ചുമക്കുന്ന ചിലരൊക്കെ മഹത്വത്തിൽ ജീവിക്കുന്ന ഉണ്ടെങ്കിൽ, അത് കാണുന്നുണ്ടെങ്കിൽ, മഹത്വത്തിന്റെ വീഞ്ഞ് ചിലർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ പുറകിൽ, ആ ഗ്ലോറിക്ക് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആമേൻ. ഒരു ഗ്ലോറി ചുമക്കണമെങ്കിൽ ആ ഗ്ലോറിക്ക് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. പറഞ്ഞേ, പറ, ചേർന്ന് പറ. ഒരു ഗ്ലോറിക്ക് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു സ്റ്റോറി ഉണ്ട്. ഒരു സാക്ഷ്യത്തിന് പുറകിൽ ഒരു കഥയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഇത് രണ്ട് കാര്യം അവിടെ സംഭവിച്ചു. റിസൾട്ട്, ആ വീട്ടിൽ വിളമ്പിയിട്ടില്ലാത്ത ഏറ്റവും നല്ല വീഞ്ഞ് വെളിപ്പെട്ടു. ആമേൻ. ഒന്ന്, ചിലരോട് നോ പറഞ്ഞു, കട്ട് ചെയ്യേണ്ട ചിലത് കട്ട് ചെയ്തു. രണ്ട്, ആർക്കും വേണ്ടാത്തതിനെ, എഴുതി തള്ളിയതിനെ തന്നെ കോരി നിറയ്ക്കാൻ പറഞ്ഞു. കോരി നിറയ്ക്കാൻ പറഞ്ഞതോ അകത്തെ പാത്രത്തിലല്ല, പുറത്ത് കിടക്കുന്ന പൊടി പിടിച്ച പാത്രത്തിൽ. ആമേൻ. സ്തോത്രം. എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ? എന്തിനാ ദൈവാത്മാവ് പറയിപ്പിച്ചറിയോ? ഇതുപോലെ
ചിലർ ലൈഫിനെ കർത്താവ് വീഞ്ഞാക്കാൻ പോകുക. വീഞ്ഞാക്കാൻ എത്ര പേർക്ക് ഇത് ആമേൻ പറയാൻ പറ്റും? സഭയിലെ ചിലരുടെ വീഞ്ഞിനെ, ഓൺലൈനിൽ കാണുന്ന ചിലരുടെ ജീവിതത്തെ ഇതുപോലെ വീഞ്ഞാക്കാൻ പോകുക. രണ്ട് കാര്യം ചെയ്യാൻ പറ്റുമോ? ചിലതിനോട് നോ പറയാൻ പറ്റൂ, എന്നിട്ട് ആയ അവസ്ഥയിൽ അങ്ങ് കൊടുക്കാൻ പറ്റൂ. ഒന്നും അഭിനയിക്കണ്ട. ആമേൻ. കർത്താവിന് മുമ്പിൽ ഒരു മാനപാത്രമൊന്നുമായി അഭിനയിക്കണ്ട. കർത്താവേ, ഞാൻ ആയിരിക്കുന്നത് പോലെ, കാല് കഴുകാൻ പോലും കൊള്ളാത്ത വെള്ളമാ ഞാൻ, ഇതാ അങ്ങയുടെ കൈ തരികയാ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ. ലോകം കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് നല്ല വീഞ്ഞാക്കി എൻ്റെ ദൈവം നിന്റെ ലൈഫിനെ മാറ്റും. ആമേൻ.